ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന ന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കും കിട്ടി അടിപൊളി നാച്ചുറൽ ഡൈ. എവിടുന്ന് കിട്ടിയെന്ന് നിങ്ങൾ ചോദിച്ചേ. ചേച്ചി കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ അടിപൊളി റിസൾട്ടാണ് അവളുടെ തലയിൽ കിട്ടിയിരിക്കുന്നത്. ഞാൻ ഇനി യൂസ് ചെയ്യുന്നത് ഈ നാച്ചുറൽ ഡൈ തന്നെയായിരിക്കും. നിങ്ങൾക്കും ഇത് തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. ഞാൻ അതെങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്നും എല്ലാം ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ അതിനു മുമ്പ് ഒരു ഡൈഡ് ഇട്ടല്ലോ, അടിപൊളിയാ. എൻ്റെ ഒരു കൂട്ടുകാരി പറഞ്ഞു അവരെല്ലാം ചെയ്തു, ഞാൻ ചെയ്തില്ല അലർജി കാരണം എന്നൊക്കെ. അപ്പം അവർ പറഞ്ഞല്ലേ എന്നോട് ഇതാ ചെയ്തതെന്നൊക്കെ പറഞ്ഞേക്കുന്നത്. പക്ഷെ എൻ്റെ കൂടപ്പുറപ്പായ ചേച്ചി എൻ്റെ കൂടപ്പുറപ്പ് പറയുമ്പം എനിക്ക് 100% എനിക്ക് വിശ്വാസമാണല്ലോ. അവൾ എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്നെ കാണിച്ചു. എടി ശരിക്കും നീ ഇത് ഉപയോഗിച്ചോ, നിനക്ക് അലർജി വന്നാൽ ഇനി നീ കെമിക്കലിലോട്ട് പോവേ വേണ്ട, നീ നാച്ചുറൽ തന്നെ ചെയ്താൽ മതി. എനിക്ക് നല്ല റിസൾട്ട് കിട്ടി. ചിലപ്പം നിന്റെ തലമുടിക്ക് ചിലപ്പം ഉടനെ തന്നെ ഭയങ്കര ബ്ലാക്ക് വരണമെന്നില്ല. നീ എന്താണേലും നീ എപ്പോഴും പോസിറ്റീവ് അല്ല ചിന്തിക്കുന്നത്. നീ അത് ഒരു ആഴ്ചയിൽ 1 വെച്ചങ്ങ് ചെയ്തു തുടങ്ങിക്കോ. അപ്പം നിനക്ക് തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും. അവൾക്ക് ഒറ്റ പ്രാവശ്യം കൊണ്ട് റിസൾട്ട് കിട്ടി. അവൾ കെമിക്കലൊന്നും അധികം തേക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് അവൾക്ക് റിസൾട്ട് കിട്ടിയത്. നമ്മൾ കെമിക്കലിനകത്തിൻ്റെ ആളല്ലേ, അതല്ലേ ഇപ്പം നല്ലതായിട്ട് എൻ്റെ ഇത് പോയി കേട്ടോ, അലർജി എല്ലാം പോയി. അപ്പോൾ ഇനി നാച്ചുറലേ പോകുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഡൈ എന്താന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ ഞാൻ, അല്ല പിന്നെ ഞാൻ എന്തിനാ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പല അഭിപ്രായം പറയും, അയ്യോ അത് ചുമ്മാ അതാ മറ്റതാ മറിച്ചാൽ. നിങ്ങൾ അതിനകത്തൊന്നും വിശ്വസിക്കാൻ പോയത്, നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ, എന്നിട്ടേ പറയാവുള്ളൂ കേട്ടോ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ. പിന്നെ ഈ ഡൈയുടെ കാര്യം പറഞ്ഞ ഉടനെ പാചകം കാണിക്കുമ്പം മറ്റുള്ളവർ പറയും ഇതാണോ ഡൈ എന്ന്, പാചകമാണോ ഡൈ എന്ന് ചോദിക്കും. അങ്ങനല്ല, പാചകം കാണിച്ചിട്ടാണ് ഞാൻ ഡൈയുടെ എന്ന് പറയുന്നത്. പാചകം കാണണ്ടാത്തവർ സ്കിപ്പ് ചെയ്തിട്ട് ഡൈയുടെ ഇത് കാണില്ല. എന്താണേലും കണ്ടില്ല, വൻ നഷ്ടം തന്നെയാണ്. ഇത് ചെയ്യണം. ഞാൻ തീർച്ചയായിട്ടും ഇന്ന് ചെയ്യാനിരിക്കുകയാണ്. കാരണം 2 മണിക്കൂർ ഇരിക്കണം. അതുകൊണ്ട് എനിക്ക് ഉച്ച കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉച്ച കൊണ്ട് നമ്മുടെ വീഡിയോ തീർക്കുമല്ലോ. അപ്പം ഇത് ഇരിക്കണമെങ്കിൽ 2 മണിക്കൂർ ഇരിക്കണം. അതിന് മുമ്പ് കഴിയൊന്നും കളയാൻ പറ്റത്തില്ല. എനിക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്യണം. അതുകൊണ്ട് നാളെ റിസൾട്ട് ഞാൻ പറയും കേട്ടോ. അപ്പം റിസൾട്ട് അറിയാം, ഇത് നല്ല അടിപൊളിയാണ് ചേച്ചി പറഞ്ഞല്ലോ. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് അങ്ങ് പോയേക്കാം. രാവിലെ തന്നെ നമ്മുടെ അരിയൊക്കെ അങ്ങ് തിളപ്പിച്ച് നമ്മുടെ കുക്കറിലോട്ട് എടുത്തു വെച്ച വലിയൊരു മഹാകാര്യം ചെയ്ത മട്ടാണ്. അപ്പം നമുക്ക് അവനെ അങ്ങ് എടുത്തു വെച്ചേക്കാം. ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. മോനിന്ന് വരുമല്ലോ, നമുക്ക് കുളിച്ച് കഴിഞ്ഞല്ലേ ആഹാരമെല്ലാം വെക്കാൻ പറ്റുള്ളൂ, മാല ഇട്ടേക്കുന്നുണ്ട്. അപ്പം നമ്മൾ കപ്പളങ്ങയെ നമ്മുടെ കപ്പളത്തേലേ അല്ലേ വഴുതനയൊക്കെ നിൽക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാ പച്ചമുളക് കുറച്ചായിട്ട് കാണിക്കാൻ നിർത്തായിരുന്നു കേട്ടോ. എന്താ വഴുതനയൊക്കെ ഒരു ഇത് പറയുന്നില്ല ഞാൻ, കാരണം പെട്ടെന്നാണ് നമ്മുടെ വഴുതനയ്ക്ക് പുഴു വരുന്നത്. ജീന അല്ലേ ജീന? നമുക്കെല്ലാം അറിയാം, കൃഷിക്കാർക്ക്. ഇതാ ഈ കപ്പളത്തിൽ നിന്ന് ഒരു കപ്പളങ്ങ എടുത്തേക്കാവേ. നമുക്ക് സാമ്പാറാണ് കേട്ടോ, ദോശ സാമ്പാർ ഇച്ചിരി ഇരിപ്പുണ്ട്. പക്ഷെ പഴകിയ സാമ്പാർ കൊച്ചിനൊന്നും കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് ഒന്നിച്ചങ്ങ് ഒരു പുതിയ സാമ്പാറിനെ വെച്ചേക്കാം. ഇനി നമ്മുടെ പരിപ്പ് വെന്തിരിക്കുവാണേ. നമുക്കപ്പോൾ നമ്മുടെ പരിപ്പും പച്ചമുളകും സബോളയും കൂടെ വേവിച്ച് വെച്ചേക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ കഷ്ണങ്ങളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാവേ സാമ്പാർ. ഒറ്റ വിസിൽ കേട്ടോ, എന്നിട്ട് ഓഫ് ചെയ്ത് വിസിലങ്ങ് കളയും, അല്ലേ ഇവിടെന്നിരിക്കും. ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇവനെയും കൂടെ വേവിക്കാം, ദോശയും കൂടെ ഉണ്ടാക്കിയിട്ട് കാണാം. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ദോശ ചുട്ടോണ്ടിരിക്കുന്നു, സാമ്പാർ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് ചിന്താന്ന് അറിയാമല്ലോ എല്ലാവർക്കും. രാത്രി കിടക്കുമ്പം നമ്മുടെ ചിന്തകള് നാളത്തെ എന്താന്നുള്ളതല്ലേ. അപ്പം ഇതോടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ. അപ്പം നമ്മുടെ ദോശപ്പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഇതാ നമ്മുടെ പുളിശ്ശേരി, നമ്മുടെ ചടുകുടാന്നുള്ള പുളിശ്ശേരി കേട്ടോ. അപ്പൊ പറയാവേ, നമ്മുടെ സ്വാമിജി വന്നു കേട്ടോ. സ്വാമിജി വന്ന് രാവിലെ വന്നത്. അപ്പൊ നമുക്ക് കടുകും മുളകും എല്ലാം കൂടി ഇട്ട്, കറിവേപ്പില ഇട്ടു. ഇനി ഏത്തപ്പഴവും പച്ചമുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. സ്വാമിജിക്ക് പുതിയതെല്ലാം വേണ്ടേ, അതുകൊണ്ടാണ് എല്ലാം പുതിയത് ഉണ്ടാക്കുന്നത് കേട്ടോ.
ഇനി നമ്മളതിനെ അടച്ചിരുന്ന് ഉപ്പ് ഇട്ട് വേവിക്കട്ടെ. സ്വാമിജി വരുമ്പം മീനൊന്നും പറ്റത്തില്ലല്ലോ. സ്വാമിജി മാലയിട്ട് കഴിഞ്ഞാൽ പിന്നെ മീൻ വാങ്ങിച്ചിട്ടില്ലല്ലോ. അപ്പം ഭയങ്കര പാടാ കറിക്ക്. രാത്രി കിടക്കുമ്പോൾ ഉറക്കത്തിലോട്ടല്ല ചിന്ത. ചേട്ടൻ ഇന്നലെ ചോദിച്ചു, നീ എന്താ ആലോചിക്കുന്നു? ഒന്നുമില്ല. ചീത്ത കേൾക്കത്തില്ലേ ഇങ്ങനൊക്കെ പറഞ്ഞ്. ബാക്കിയുള്ളതിൻ്റെ ആലോചന എന്നാണ്, നാളത്തെ കറി എന്നാണ്. ദൈവമേ, ഉറങ്ങാൻ പോലും 2 ദിവസമായിട്ട് ഉറക്കം വരുന്നില്ല. കാരണം എന്താ, മീനില്ലെങ്കിൽ കറി വെക്കാൻ പറ്റത്തില്ല. ഇവന്മാരാണെങ്കിൽ മീനും മാത്രമല്ല, പിന്നെ അവന് നിർബന്ധമില്ല. അവൻ്റെ ഇഷ്ടമുള്ള പറയും കേട്ടോ. അച്ചിങ്ങ നല്ല പച്ച കളറിലെ അച്ചിങ്ങയില്ല, അത് തോരൻ വെച്ചാൽ ഇഷ്ടം. പിന്നെ പുളിശ്ശേരി ഇഷ്ടം. കടുവ് മാങ്ങ അച്ചാറും പപ്പടവും. പപ്പടമില്ല, പപ്പടമില്ല. ടൗണിൽ പോവാണെങ്കിൽ മേടിക്കാൻ പറയാം അല്ലേ. അപ്പം നമുക്ക് പുളിശ്ശേരിയുടെ വെന്തു അരച്ചു വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടി ചേറെ ഇട്ടിട്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട്, മഞ്ഞപ്പൊടി കുറവാണോ, മഞ്ഞപ്പൊടി ഇല്ലേ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതിന്റെ കാര്യം നോക്കട്ടെ. നമ്മുടെ സ്വാമി വന്നു കേട്ടോ. എടാ മനെ എല്ലാവരോടും കഴിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ പുളിശ്ശേരിയുടെ ഇതാ വെന്തു. ഇതാ മഞ്ഞ, നമുക്കൊക്കെ എല്ലാവരും കണ്ടോ മഞ്ഞപ്പൊടി. അപ്പം ഇത് അരച്ചു വെച്ചേക്കുവാണ്. അതിനകത്തോട്ട് ചേർത്ത് തൈരോട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്കിതാ ഒരു തേങ്ങ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ തേങ്ങ തീർന്നു. തെങ്ങുകാരനെ കാണുന്നേ ഇല്ല. അവന് പേപ്പറിൽ കൊടുക്കണം. തെങ്ങ് കയറുന്ന ആളിനെ. തേങ്ങ കിടപ്പുണ്ട് കേട്ടോ, തെങ്ങ്. അപ്പം ഇത് നമുക്ക് പാവയ്ക്ക കിച്ചടിക്ക്. ഞങ്ങൾ ഇന്നലെ പോയിട്ട് വന്നപ്പോഴേ, പക്ഷെ എൻ്റെ പൊന്നെ, എൻ്റെ നീളമുള്ള പാവയ്ക്ക ഇതുണ്ടോ? തോട്ടി പോലത്തെ പാവയ്ക്ക. ഒരു തേങ്ങ ഇടാനുള്ള നീളമുണ്ട്. ഇതിലും വലിയ നീളമുള്ള ഒരെണ്ണം കൂടെ ഉണ്ട്. ഈ നീളം കുറഞ്ഞ് ഞാൻ എടുത്താൽ. അപ്പം പാവയ്ക്ക വാങ്ങിച്ച് അതിനൊരു കിച്ചടി വെക്കാൻ വേണ്ടി ഇതാ ഒരു സെക്ഷൻ അച്ചിങ്ങ. കൊച്ചിന് അച്ചിങ്ങ തോരൻ ഇഷ്ടം. അപ്പം അച്ചിങ്ങ തോരന് ഒരു കുറച്ച് മതിയല്ലോ, തോരന് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് അത്ര എടുത്തു. ഇത് മാങ്ങാ ചമ്മന്തി. ചേട്ടന് വ്യാക്കൂൺ മാങ്ങാ ചമ്മന്തി വേണമെന്ന്. അപ്പൊ കൊച്ചിനും ഇഷ്ടം മാങ്ങാ ചമ്മന്തി. അപ്പൊ 2 പേരുടെ വ്യാക്കൂൺ തീർക്കാൻ മാങ്ങാ ചമ്മന്തി. അപ്പൊ ഇത്തരത്തിന് എല്ലാം റെഡി ആക്കിക്കൊണ്ട് ഞാൻ വരാം കേട്ടല്ലോ. അപ്പൊ പാവയ്ക്ക കിച്ചടിക്ക് എന്നാന്നറിയാമല്ലോ നിങ്ങൾ അരക്കേണ്ടത്. തേങ്ങ നന്നായിട്ട് അരച്ചതിന് ശേഷം കടുകും പച്ചമുളകും മതി കേട്ടല്ലോ. അപ്പൊ നമ്മുടെ അച്ചിങ്ങത്തോരൻ റെഡിയായി കേട്ടോ. നിമിഷ നേരം കൊണ്ട് അച്ചിങ്ങത്തോരൻ റെഡിയായി. ഇനി നമ്മുടെ പാവയ്ക്കാക്ക് വറുത്ത് വെച്ചിരിക്കുന്നു. പുളിശ്ശേരി റെഡിയായി, മാങ്ങാച്ചമ്മന്തി റെഡിയായി, എല്ലാം റെഡിയായി. പിന്നെ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ജയശ്രീ TK എനിക്ക് നല്ല പരിചയമാണ്. ഇതെടുത്ത് നോക്കിയിട്ട് എന്നോട് പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കാന്. ഞാൻ എടുത്ത് നോക്കിയപ്പോ എനിക്ക് നല്ല പരിചയമുണ്ട്. വണ്ണം വെച്ചിട്ടുണ്ടോ സംശയം. ഉഷ ചേച്ചിയുടെ ആംഗ്ലയുടെ വൈഫാണോ? എനിക്കൊരു ഡൗട്ട്. എന്നോട് പറയണേ, ഒന്ന് കമന്റ് ഇടണം. ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് കമന്റ് ഇടണം കേട്ടോ, ആണെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി കൂടെ ചെയ്യട്ടെ. അപ്പൊ നമ്മുടെ പാവയ്ക്ക കിച്ചടിയും കഴിഞ്ഞേ. അപ്പോഴാ നമുക്ക് 3 കൈതച്ചക്ക ഇരിപ്പുണ്ട് കേട്ടോ. നമ്മളന്ന് നടക്കാൻ പോയില്ലേ, പാലത്തിന് അക്കരെ കാണാൻ പോയില്ലേ, അന്നേരം ഉണ്ട് അവിടെ വെച്ച് വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അത് വാങ്ങിച്ച് ഞാൻ വീഡിയോ എടുക്കാൻ പോയി. അത് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ജ്യൂസ് അടിച്ചില്ല, എനിക്ക് സമാധാനമാകത്തില്ല. എന്റെ മക്കളുമാരെ, ഒരു രക്ഷയില്ല. എനിക്ക് കൊതിയാണ്. ജ്യൂസ് എന്ന് പറഞ്ഞാൽ എന്റെ ഹാരമാണ്. വേറൊരു ആഹാരത്തിനും എനിക്കൊരു കൊതിയില്ല. പക്ഷെ ഏത് ജ്യൂസ് കണ്ടാലും ഞാൻ പെടത്തില്ല. എനിക്ക് കഷ്ടപ്പെടാൻ ഒരു പ്രശ്നവുമില്ല. ജ്യൂസ് ഞാൻ തന്നെ, നമുക്ക് ഫ്രഷ് ജ്യൂസ് അടിക്കുന്ന ജ്യൂസർ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് എന്താ അതിനകത്ത് ജ്യൂസ് ഉണ്ടാവും. ഇതൊക്കെ വാങ്ങിച്ചു വെച്ചേക്കുന്നത് എന്തിനാ? ജ്യൂസ് അടിക്കാനല്ലേ. അപ്പൊ നമുക്ക് ഇന്ന് ജ്യൂസ് അടിക്കുകയാണെങ്കിൽ മൂത്തയാളും ഇന്നുണ്ട്. അപ്പം എല്ലാവർക്കും കൂടെ കുടിക്കുകയും ചെയ്യാലോ. അപ്പൊ നമുക്കൊരു ജ്യൂസ് ഉണ്ടാക്കാവേ. ജ്യൂസ് ഉണ്ടാക്കിയിട്ട് നമുക്കിവനെ കഴുകണ്ടേ. നിങ്ങളെ കാണിക്കാൻ ഇവിടെ നിന്ന് ചെത്തുന്നു കേട്ടോ. 2 എടുത്ത് ജ്യൂസ് ഉണ്ടാക്കണം അല്ലേ? എന്തിനാ പറ്റുമോ? ഒരെണ്ണം മതിയായിരിക്കും അല്ലേ? നല്ല ജ്യൂസ് കിട്ടുമല്ലോ. നമുക്ക് നോക്കാം, എന്നിട്ടെടുക്കാം കേട്ടോ. അപ്പൊ ഇതൊക്കെ ചെത്തട്ടെ. അപ്പോഴേ നമ്മുടെ ഉച്ച വരെയുള്ള എല്ലാ പണിയും കഴിഞ്ഞു. കൈതച്ചക്ക ജ്യൂസ്, പൈനാപ്പിൾ ജ്യൂസും കുടിച്ചപ്പോൾ സമാധാനമായി. എല്ലാം കൊണ്ടും സമാധാനം, സന്തോഷം, ഒരു കുളിർമ എല്ലാം കിട്ടി. പിന്നെ ഞാൻ ഇന്നലെ രാത്രിയിൽ തയ്യാറാക്കി വെച്ച ഡൈ കാണിച്ചു തരാം. ദേ മൊത്തം നരയായി. അപ്പം ഈ ഡൈ ആണ് ഞാൻ ഇനി തേക്കുന്നത്. കാരണം എന്നാണെന്നറിയാവോ?
ചേച്ചി ഈ ഡൈ ഉപയോഗിച്ചിട്ട് സൂപ്പർ റിസൾട്ട് കിട്ടി. അവൾ എന്നെ വിളിച്ചു പറഞ്ഞു, എടി നീ ഇത് ശരിക്കും ചെയ്തോ, ഞാൻ കറക്റ്റായ കാര്യമാണ് പറഞ്ഞ. അവൾ പറഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? അവൾ എന്നെ വീഡിയോ കോൾ ചെയ്തു, എല്ലാം ചെയ്ത് വിളിച്ചു. അപ്പം ഞാൻ ഈ നാച്ചുറൽ ഡൈലോട്ടാണ് ഇനി പോകുന്നത്. ഞാൻ ബാക്കി കാണിച്ചു തരാവേ. അപ്പം നമ്മൾ ഈ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നെല്ലിക്കാപ്പൊടി, നമുക്ക് ആവശ്യത്തിന് നെല്ലിക്കാപ്പൊടി എടുക്കുന്നു. നെല്ലിക്കാപ്പൊടി ആവശ്യത്തിനെടുത്തു. ഇനി നമുക്ക് മൈലാഞ്ചിപ്പൊടിയും കൂടെ ഇതേ അളവിൽ തന്നെ മൈലാഞ്ചിപ്പൊടിയും കൂടെ നമുക്ക് എടുക്കണം കേട്ടോ. ചെറിയ ഇതുപോലെ വന്നേക്കും. നല്ല ക്വാളിറ്റി ഉള്ള സാധനം മാത്രമേ എടുക്കാവുള്ളൂ. കാരണം എനിക്ക് പറ്റിയ അബദ്ധം ആർക്കും പറ്റരുത്. ഇത് മൈലാഞ്ചിപ്പൊടി എടുത്തു. നെല്ലിക്കാപ്പൊടി മൈലാഞ്ചിപ്പൊടിയും കൂടെ രണ്ടും കൂടെ ഒരേ അളവിലെടുക്കുന്നു. രണ്ടും ഒരേ അളവിൽ തന്നെ എടുക്കണം കേട്ടോ, ഇതുപോലെ. എന്നിട്ട് ഇതൊന്ന് വെള്ളം കുഴച്ച് മിക്സ് ചെയ്യുക. നെല്ലിക്കാപ്പൊടി ഒരേ അളവിൽ തന്നെ മൈലാഞ്ചിപ്പൊടി ഒരേ അളവിലെടുത്ത് നമ്മൾ വെള്ളം ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്ത് ഒരമണിക്കൂർ വെക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യാൻ കൈകൊണ്ട് തന്നെ ചെയ്യുന്നത്. നിങ്ങൾ ഗ്ലൗസോ വല്ലതും ഒക്കെ ഇട്ടൊക്കെ ചെയ്തോണം കേട്ടോ. ഞാനിപ്പോൾ ഏതായാലും ഇത് തലേദിവസമായിട്ട് ഇന്ന് രാത്രിയിലാണ് ഞാനിത് മിക്സ് ചെയ്ത് ഇത് ചെയ്യുന്നത് കേട്ടോ. മിക്സ് ഒന്നുകൂടെ ചെയ്യട്ടെ, മൊബൈൽ ഇരിക്കുന്നതുകൊണ്ട് പറ്റുന്നില്ല. അപ്പം നമ്മളിതാ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തു. ഇനി ഒരമണിക്കൂർ വെയിറ്റ് ചെയ്യുക. നമ്മുടെ ഡൈ മിക്സ് അരമണിക്കൂറായി. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിവനെ അങ്ങോട്ട് മിക്സ് ചെയ്യുക. വെറും വെള്ളം മതി കേട്ടോ. നിങ്ങൾ ഞാൻ പറയുന്ന പോലെ തന്നെ ചെയ്യണം, അതല്ലെങ്കിൽ പാളിപ്പോകും. കാരണം ഇത് മൂത്ത ചേച്ചി അജിത നായർ ചെയ്ത് അവൾക്ക് റിസൾട്ട് കിട്ടിയോണ്ട് മാത്രം ഞാനും വിചാരിച്ചു നാച്ചുറൽ ഡൈലോട്ട് നമുക്ക് പോകാമെന്ന്. അവൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ നമ്മൾ പിന്നെ വേറെ ആര് പറഞ്ഞാലും വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ കൂടപ്പുറപ്പുങ്ങൾ ഉറപ്പുള്ള കാര്യമല്ലേ പറഞ്ഞു തരത്തുള്ളൂ. അവളുടെ എന്നെ റിസൾട്ട് കാണിക്കുകയും ചെയ്തു, എന്നെ വിളിക്കുകയും ചെയ്തു ഫോണിൽ കൂടെ. എടി അത് സൂപ്പറാണ്, നീ അത് ഉപയോഗിച്ചോന്നും പറഞ്ഞ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എന്നിട്ട് ഒരു തരി പാകപ്പഴ വരരുത്, ഒരേ സമയം അളവിലായിരിക്കണം ചെയ്യേണ്ടിയെന്ന് പറഞ്ഞു. ഇനി നമുക്കിത് തീയ് കത്തിക്കാം. കത്തിച്ച് നമുക്ക് ഇതിനെ കുറുക്കണം. കുറുക്കിയെടുക്കുമ്പം കുറുകി വരുമ്പം ഞാൻ ഈ സൈനോസൈറ്റിസും ജലദോഷവും ഒക്കെ ഉള്ളവർക്ക് നമുക്കൊരു സാധനം കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. നമ്മൾ കുറുകി വരുമ്പം നമുക്ക് കാണാം, നോക്കാം. നമുക്ക് നന്നായിട്ട് കുറുകി വരട്ടെ. ഇരുമ്പ് ചീനച്ചട്ടി തന്നെ നിങ്ങൾ ഇത് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല. പിന്നെ ഇതിപ്പോൾ ഞാൻ രാത്രിയിലാണ് ചെയ്ത് വെക്കുന്നത്. ഇതിന് നാളെ നമ്മൾ തേക്കാൻ പറ്റുള്ളൂ കേട്ടോ. നാളെ തേച്ചാൽ മാത്രമേ ആ ഡൈയുടെ കറുപ്പും ഇതൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. നരച്ച മുടിയെ കറുപ്പിക്കാൻ ബെസ്റ്റ് സാധനമാണ്. ഞാൻ വിചാരിച്ചു ഇത് തന്നെ ഇനി റിപ്പീറ്റ് ചെയ്യാം. എനിക്ക് ഒന്നാമത് അലർജി വന്നാണല്ലോ, അവളും പറയുന്നുണ്ടല്ലോ എൻ്റെ അലർജിയുടെ കാര്യം. എല്ലാവരും പേടിച്ചു പോയി എൻ്റെ അലർജി കണ്ടിട്ട്. അവളൊക്കെ എന്നെ വിളിച്ചു, ഫോണിൽ കൂടെ വാട്സപ്പ് കോൾ ചെയ്തു, എല്ലാം ചെയ്തുകൊണ്ട് എല്ലാവർക്കും മനസ്സിലായി. അവൾക്ക് ശരിക്കും പറഞ്ഞാൽ പേടിച്ചു പോയെന്ന് പറയാം കേട്ടോ എല്ലാവരും. ഇതിനകത്ത് കാണുന്ന കളറല്ല ഇതിൻ്റെ കേട്ടോ. ഇതാ ശരിക്കും കാണിച്ചത് ഒരു ബ്ലാക്ക് കളറാണ് വരുന്നത്. ഇതിപ്പോൾ രാത്രിയിലായിട്ടായിരിക്കും ഇതിൻ്റെ ഒരു കളർ വ്യത്യാസം പോലെ. ഇതാ കറുപ്പാണ് ആയി വരുന്നുണ്ട്, കറുപ്പ് ഇപ്പോൾ ഈ കളറിൽ വരും. എന്നിട്ട് ഇച്ചിരൂടെ കഴിയുമ്പോൾ നല്ല കറുപ്പാവും. അപ്പം നമുക്ക് റെഡിയാവട്ടെ. കുറച്ചുകൂടെ ഒന്ന് ഇതായിട്ട് നിങ്ങളെ കാണിക്കാവേ. അപ്പം കുറുകി വരുമ്പം നിങ്ങളൊരു സാധനം ഇതിനകത്ത് ചേർക്കണം, 5-6 കുരുമുളക് ചേർക്കണം. കാരണം എന്തിനാണെന്നോ, സൈനസ് ജലദോഷം ഒക്കെ ഉള്ളവർക്കും ഈ ഡൈ ഉപയോഗിക്കുക. ഇനി തീ ഓഫ് ചെയ്യുക. ഈ ചൂടത്ത് തന്നെ ഇത് കിടന്ന് കുറുകും നന്നായിട്ട് കേട്ടോ. എന്നിട്ട് നിങ്ങളിതിനെ അടച്ചങ്ങ് വെക്കണം. ഇത് ഇന്ന് ഉപയോഗിക്കാൻ പറ്റത്തില്ല, ഇന്ന് ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണം കിട്ടത്തില്ല. എന്നിട്ട് ഈ ഇരുമ്പേൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അങ്ങോട്ട് ആക്കി വെച്ചേര്. അപ്പം ആ ഇരുമ്പിൻ്റെ ഒരു ഇതും കൂടെ നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെയാണ് നമ്മളിത് ചെയ്യേണ്ടത്. ഇച്ചിരൂടെ കുറിക്കോളും തന്നെ ആ കുരുമുളകിൻ്റെ ഒക്കെ ഇതങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഒരു ജലദോഷവും വരത്തില്ല എന്നാണ് അവൾ പറഞ്ഞത്. അപ്പോൾ അവൾക്ക് ചെയ്ത് നല്ല ഗുണം കിട്ടി കേട്ടോ ഇത്. അതുകൊണ്ട് ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ചിലപ്പോൾ അവളുടെ വീഡിയോ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഞാനും ഇത് തന്നെ ഉപയോഗിക്കുന്ന. കഴിഞ്ഞ ദിവസം ഞാനൊരു ഡൈയുടെ ഇട്ടു, നാച്ചുറൽ ഡൈയെ ഞാനത് ഉപയോഗിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് വേറൊരാൾ
ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞത് എന്നോട് വേറൊരാൾ ഉപയോഗിച്ച് 2-3 പേര് റിസൾട്ട് കിട്ടിയത് പറഞ്ഞതല്ലേ ഉള്ളൂ. അപ്പം ഇതാകുമ്പോൾ എനിക്കൊന്നുകൂടെ ഉറപ്പാണല്ലോ എൻ്റെ ചേച്ചി പറയുമ്പോഴത്തേക്കും. അതാണ് ഞാൻ ഇതിലോട്ട് പോകുന്നത്. അപ്പം എന്നോട് പറഞ്ഞു, നീ ഇന്നലെ എന്നെ വിളിച്ചായിരുന്നു, എടീ നീ തീർച്ചയായിട്ടും അത് ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ചിലപ്പോൾ ചില മുടിയൊക്കെ ചുമന്ന് ചെറുതായിട്ടിരുന്നാലും അത് അടുത്ത ട്രിപ്പിന് ചിലപ്പം ചിലവരുടെ മുടി ഇച്ചിരിയൊക്കെ ചുമന്ന് വരുവാൻ. അവളുടെ പക്ഷെ കറുത്ത വന്നു കേട്ടോ, നല്ല കറുപ്പായിരുന്നു. എൻ്റെ മുടിയുടെ കാര്യം എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഒന്നൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു കറുപ്പ കളറൊക്കെ വന്നില്ല, ശകലം കുറവാണെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് അടിക്കണം. നമ്മൾ തോക്കരുതല്ലോ ഒന്നിനും. അപ്പം ഇത് കുറച്ചുകൂടെ ആകുമ്പോൾ നല്ല കട്ടിയായിക്കോളും. നാളെ ഇനി നമുക്കിതിനെ അടച്ചു വെക്കാം. നാളെ നമുക്ക് തേച്ച് നിങ്ങളെ കാണിക്കാം. ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം നാളത്തേക്ക്. അപ്പം നമ്മൾ ഇന്നലെ ഉണ്ടാക്കി അടച്ചു വെച്ച നോക്കിക്കേ, എത്ര മനോഹരമായിട്ടിരിക്കുന്നെന്ന്. നല്ല കറുത്ത്, അടിപൊളി കേട്ടോ, നല്ല സൂപ്പറാണ്. എനിക്ക് തേക്കാനുള്ളതാണ് ഞാൻ ആക്കി വെച്ചേക്കുന്നത്. നോക്കിക്കേ, എൻ്റെ പൊന്ന് ദൈവമേ, ഇനി തീർച്ചയായിട്ടും നിങ്ങൾക്ക് തേക്കാം. ഇതാ ഉണ്ടോ, എന്തോ ഒരു കളറാണ് നോക്കിക്കേ. അവൾ തന്നെ പറഞ്ഞു, കയ്യിലായാൽ പോലും പോത്തില്ലടി, നമുക്ക് ഗ്ലൗസ് ഇട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ ഗ്ലൗസ് അവൾ എന്നോട് പറഞ്ഞിട്ട് അവൾ ഗ്ലൗസ് ഇട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ. എന്നെ പാവം പേടിച്ചിട്ടാ, ഈ അലർജിയൊക്കെ ഉള്ളതല്ലേ. അപ്പം ഞാനിത് ടെസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. എന്തായാലും നാച്ചുറൽ അല്ലേ, പിന്നെ ടെസ്റ്റ് ചെയ്തില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ലായിരിക്കും. പക്ഷേ ഞാൻ ടെസ്റ്റ് ചെയ്തു, കാരണം എന്നാന്നോ എനിക്ക് അലർജി വന്നതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാനിത് തേക്കട്ടെ. അപ്പം നമ്മുടെ ഡൈ നോക്കിക്കേ, ഇതാ ഇനി ഇത്. അപ്പം നിങ്ങൾ എല്ലാവരും ഡൈ തേക്കുന്നത് ഇപ്പം മൊത്തം ഭൂരിപക്ഷം ആൾക്കാരും ഡൈ തേച്ചോണ്ടല്ലേ ഇരിക്കുന്നത്. അപ്പം നിങ്ങൾ നേരത്തെ തലയൊക്കെ കഴുകി ഇതൊക്കെ എണ്ണമയൊക്കെ കളഞ്ഞ് വെക്കണം. അപ്പം ഞാൻ ഈ ഡൈയൊക്കെ തേച്ച് കഴിഞ്ഞ് നാളെ റിസൾട്ട് കാണിക്കാം. കാരണം ഇന്നിപ്പോൾ സമയം പോവും. ഇത് തേച്ച് കുറച്ച് 2 മണിക്കൂറോളം ഇരിക്കണം. നമുക്ക് വീഡിയോ നിർത്തുകയും ചെയ്യണം. അതുകൊണ്ട് തേച്ചിട്ട് റിസൾട്ട് ഒന്നും പറയാനില്ല. അവൾ പറഞ്ഞു അവൾക്ക് നല്ല ബ്ലാക്ക് കളർ തന്നെ കിട്ടി. പിന്നെ ഓരോരുത്തരുടെ മുടിയുടെ ഒന്നും നമുക്കറിയത്തില്ല. എൻ്റെ മുടിക്ക് ബ്ലാക്ക് പെട്ടെന്ന് കിട്ടുമെന്നും എനിക്കറിയില്ല. എന്താണേലും ഞാൻ ഇനി ഇത് ആഴ്ച ഒരു പ്രാവശ്യമെങ്കിലും ഇത് ചെയ്ത് ബ്ലാക്ക് കളർ ആക്കും. അഥവാ ആയില്ലെങ്കിൽ അവൾക്കായി. അതുകൊണ്ട് എനിക്കും ആവുമെന്ന് തോന്നുന്നു, നമുക്കറിയത്തില്ല. ഓരോ സ്കിന്നിൻ്റെ ഓരോ ഇതല്ലേ. കണ്ടോ, നോക്കിക്കേ, ഇപ്പം തന്നെ നല്ല ഇതാ. അപ്പോൾ എനിക്ക് സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇത് തല തേച്ച് പിടിപ്പിച്ചിരിക്കണം. ഇരുന്ന് കഴിഞ്ഞാൽ ഇൻട്രോയും പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഇത് തേക്കത്തുള്ളൂ. കാരണം അതുവരെ ഇത് കുറേ നേരം ഇരിക്കണ്ടേ, 2 മണിക്കൂർ. അപ്പം ഈ ഡൈ എല്ലാവരും ഉപയോഗിച്ചോ, അടിപൊളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുകൊണ്ട് നിർത്തുവാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ വരണം. ടാറ്റാ.